നമസ്കാരം. സിസ്റ്റർ ടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ ശ്രദ്ധ നേടിയ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. വിവാഹ ചടങ്ങിലും വിരുന്നിലും പങ്കെടുക്കാൻ കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ നീണ്ട നിരയെത്തി. അതീവ സുരക്ഷാ മേഖലയായ ചാവക്കാട് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ യുവാവിന്റെ കൈപ്പത്തി തകർന്നു. ചാവക്കാട് ആലുങ്ങൽ വീട്ടിൽ 26 വയസ്സുള്ള സൽമാൻ ഫാരിസിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. സംഭവത്തിൽ 4 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാദബ്രഹ്മ പുരസ്കാരം ജോസ് മാളിയേക്കലിന്. CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കലിന് മാധ്യമരംഗത്തെ മികവിനാണ് അംഗീകാരം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. മുഖംമൂടി ധരിപ്പിച്ച് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ചപറ്റി എന്ന സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കയുടെ റിപ്പോർട്ട് ലഭിച്ചയുടൻ ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തിയ ശേഷമാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി SHO സ്ഥാനത്തു നിന്നും നീക്കിയത്. ഇയാൾക്ക് പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല. 1 മാസം മുമ്പ് നടന്ന SFI KSU സംഘർഷത്തിൽ 3 SFI പ്രവർത്തകർക്കും ചില KSU പ്രവർത്തകർക്കും പരിക്കേറ്റു. ഇതിനെ തുടർന്നാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KA അസ്ലം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഒളിവിലായിരുന്ന 3 പ്രതികളെയും വിവിധ ഇടങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച പോലീസ് നടപടിയെ കോടതി ചോദ്യം ചെയ്തു. എന്തിനാണ് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു കോടതി ചോദിച്ചത്. എന്നാൽ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. തിരികെ കോടതിയിൽ നിന്നും കൊണ്ടുപോയപ്പോഴും മുഖംമൂടി മാറ്റാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസും KSUവും രംഗത്തു വന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് സംഘടിപ്പിക്കുകയും DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മുഖംമൂടി മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി. കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ ശ്രദ്ധ നേടിയ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. വിവാഹ ചടങ്ങിലും വിരുന്നിലും പങ്കെടുക്കാൻ കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ നീണ്ട നിരയെത്തി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. രാവിലെ 7-നും 7:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. തുടർന്ന് ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ വിവാഹ ചടങ്ങുകൾ നടത്തി. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിലെത്തിയിരുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സന്ദീപ് വാര്യർ, നിയമപോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂർ, മറ്റ് പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നേതാക്കളായ ഷാഫി പറമ്പിൽ MP, VM സുധീരൻ ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതൃത്വം വിവാഹവിരുന്നിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുത്ത പ്രതിഷേധ സമ്മേളനത്തിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്റെ 2 പവൻ സ്വർണമാല വേദിയിൽ വെച്ച് വിവാഹ സമ്മാനമായി സുജിത്തിന് നൽകിയിരുന്നു. ഇത് വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ MP സമ്മാനമായി സ്വർണമോതിരവും സുജിത്തിന് നൽകിയിരുന്നു. നിയമസഭ നടക്കുന്നതിനാൽ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരുന്നു. നാദബ്രഹ്മ പുരസ്കാരം ജോസ് മാളിയേക്കലിന്. CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കലിന് മാധ്യമരംഗത്തെ മികവിനാണ് പുരസ്കാരം. കേച്ചേരി നാദബ്രഹ്മ അക്കാദമി കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തുന്ന ധീഷണശാലികൾക്ക് വർഷം തോറും നൽകിവരുന്ന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. നാദബ്രഹ്മ അക്കാദമിയുടെ 26ാമത് പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനമാണ് ഡയറക്ടർ ഡോക്ടർ പ്രേമൻ P രാഘവൻ നടത്തിയത്. നാടകരംഗത്ത് നിന്നും മണിയപ്പൻ ആറന്മുള, നാടകം, നാടൻ കലാമേഖലയിൽ നിന്ന് പോൾസൺ താണിക്കൽ, സാഹിത്യരംഗത്ത് നിന്നും CG അശോകൻ,
മൃദംഗ കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാർ, ചെണ്ട കലാകാരൻ ഇരിങ്ങപ്പുറം ബാബു എന്നിവരാണ് ഈ വർഷത്തെ മറ്റു പുരസ്കാര ജേതാക്കൾ. ഒക്ടോബർ 2-ന് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KP അജയ്കുമാറിന്റെ അധ്യക്ഷതയിൽ കേച്ചേരിയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കവി ഡോക്ടർ C. രാവുണ്ണി പുരസ്കാര സമർപ്പണം നടത്തും. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ നടന്ന സ്പോർട്സ് എബിലിറ്റി ഫെസ്റ്റിൽ കുന്നംകുളത്തിന് ഓവറോൾ കിരീടം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്കായി കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു മേള സംഘടിപ്പിച്ചത്. സർവശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി ടീച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ബാസ്കറ്റ്ബോൾ താരം രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി ഗിരിജാകുമാരി അധ്യക്ഷയായി. സമാപന ചടങ്ങിൽ സ്പോർട്ടിംഗ് എബിലിറ്റീസ് ഹബ് ചീഫ് കോച്ച് അഭിരാജ് സമ്മാനദാനം നടത്തി. റെനിൽ സ്വാഗതവും ഈ വിഭാഗത്തിലെ ഇന്ത്യൻ മുൻ ഫുട്ബോൾ ക്യാപ്റ്റനും കോച്ചുമായിരുന്ന സിജോ ജോർജ് നന്ദിയും പറഞ്ഞു. മലപ്പുറം, വയനാട്, തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന 132 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. ഫുട്ബോൾ ദേശീയ മത്സരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടന്നു. 30 പേരെ ടൂർണമെന്റിനായി തെരഞ്ഞെടുത്തു. അടുത്ത മാസം 7-ാം തീയതിയാണ് ദേശീയതല ടൂർണമെന്റ്. തെരഞ്ഞെടുത്ത കുട്ടികൾക്കായുള്ള പരിശീലനം ഈ മാസം 17 മുതൽ കായംകുളത്ത് വെച്ച് നടക്കും. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിയ സംഭവത്തിൽ 4 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. റീൽസ് ചിത്രീകരിക്കാനായി കയറിയ സംഘത്തിലെ ഒരാളുടെ കൈപ്പത്തി ഗുണ്ട് പൊട്ടിത്തെറിച്ച് തകർന്നിരുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നിരവധി ടൂറിസ്റ്റുകളെത്തുന്ന ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച് ഭീതി പരത്തുകയും സംഘർഷ സാധ്യതയുണ്ടാക്കുകയും ലൈറ്റ് ഹൌസിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിനാണ് എടക്കര കോലയിൽ വീട്ടിൽ അബു താഹിർ, ബേബി റോഡ് മടപ്പൻ വീട്ടിൽ ഹിലാൽ, പ്ലാങ്ങാട് സ്വദേശികളായ കല്ലിങ്ങൽ വീട്ടിൽ ഷാഹിൽ, ഇളയടത്ത് വീട്ടിൽ ഷുഹൈബ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസിന്റെ വലതു കൈപ്പത്തിക്ക് സ്ഫോടനത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു. ഇയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. റീൽസ് ചിത്രീകരിക്കാനായാണ് സംഘം ഗുണ്ടുമായി ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയതെന്നാണ് വിവരം. പൊട്ടിത്തെറി ശബ്ദം കേട്ടതോടെ ജനം പരിഭ്രാന്തിയിലായി. ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തിയപ്പോഴേക്കും പരിക്കേറ്റ യുവാവുമായി കൂടെയുണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ, SI ശരത് സോമൻ, SI ഫൈസൽ, ASI അൻവർ സാദത്ത്, സീനിയർ CPO ഷിഹാബ്, CPOമാരായ T അരുൺ, ബിനു, രജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഖത്തർ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളിലും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം സംഘടിപ്പിച്ചത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MN സത്യൻ, KF ഡേവിസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, PG ജയപ്രകാശ്, സീതാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ ദിനം സാമ്രാജ്യത്വം 3-ാം ലോക രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അധിനിവേശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. നവസാമ്രാജ്യത്വ പ്രവർത്തനങ്ങളിൽ മറ്റൊരു രീതിയിലേക്ക് മാറുക, ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അധിനിവേശത്തോടൊപ്പം തന്നെ ഉപരോധങ്ങൾ അധിനിവേശത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കേരളത്തിലെ പോലീസ് സേന ക്രിമിനലുകളുടെ കൂടാരമായി മാറിയെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയും അനാസ്ഥയും അവസാനിപ്പിക്കുക, വികസിത കേരളത്തിനായി ആധുനിക ജനസൗഹൃദ സേനയായി കേരള പോലീസിനെ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരള പോലീസ് എത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവാണ് സമീപകാലത്ത് പുറത്തുവന്ന പോലീസ് ക്രൂരതകളുടെ വാർത്തകൾ.
ഇതിന്റെ ഫലമായി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെന്ന പോലെ ക്രമസമാധാന പാലനത്തിലും പോലീസിലുമുള്ള ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ക്രമസമാധാനം മെച്ചപ്പെടുകയും പോലീസ് എല്ലാവർക്കും തുല്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ വളർച്ചയും പുരോഗതിയും സാധ്യമാകൂ. കേരള പോലീസ് മാറിയേ തീരൂ. അതിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും മാറ്റമുണ്ടാകണം. അത് BJP-യിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. മൂന്നാം മുറ പ്രയോഗിക്കാമെങ്കിൽ ഭീകരവാദ സംഘടനകളിൽ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാമെങ്കിൽ നിയമം വേണ്ടി വന്നാൽ കേരളത്തിലെ ജനങ്ങൾ കയ്യിലെടുക്കും എന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാർച്ചിന്റെ മുന്നിൽ ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്ത നിയമം ഞങ്ങൾക്ക് എന്തിനാണ്? നിങ്ങൾക്ക് നിയമമുണ്ടായിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരനെ നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയി ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു. നിങ്ങളുടെ സഹോദരിയെയോ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരനെയോ തല്ലിച്ചതയ്ക്കുമ്പോ എന്തുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കേരള നിയമസഭയിൽ നിൽക്കുന്നത്? BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. BJP മേഖലാ ജനറൽ സെക്രട്ടറിമാരായ സേവ്യർ പള്ളൻ, രവികുമാർ ഉപ്പത്ത്, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, സുധീഷ് മേനോത്തുപറമ്പിൽ, സൗമ്യ സലേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ പ്രവീൺ, മുരളി കുളങ്ങാട്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ, മണ്ഡലം പ്രസിഡന്റുമാരായ ബിബിൻ ഐനിക്കുന്നത്ത്, അശ്വിൻ വാര്യർ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നരിമടയിൽ വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ കേസിലെ മുഖ്യപ്രതി ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. വടക്കേക്കാട് സ്വദേശി ജാസിറാണ് വയനാട് വെച്ച് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ആഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരിമട പ്രദേശത്ത് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതായി പോലീസിനു ലഭിച്ച രഹസ്യവിവരപ്രകാരം നടത്തിയ പരിശോധനയിൽ 70 ഗ്രാം MDMA-യും 3750 പാക്കറ്റ് ഹാൻസും കണ്ടെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ മുഖ്യപ്രതി ജാസിറാണെന്ന് പോലീസിന് മനസ്സിലായത്. വീട് വാടകയ്ക്കെടുത്തതും MDMA വീട്ടിലെത്തിച്ചിരുന്നതും ജാസിറായിരുന്നു. വീട്ടിൽ വെച്ച് MDMA ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികൾ. കൂട്ടാളികൾ പിടിയിലായതറിഞ്ഞ ജാസിർ അന്നുമുതൽ ഒളിവിലായിരുന്നു. ഇയാൾ കോയമ്പത്തൂർ, ആനക്കട്ടി ഭാഗങ്ങളിലുണ്ടെന്ന വിവരം ലഭിച്ചതുപ്രകാരം അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ കണ്ട് പ്രതി കാറുപേക്ഷിച്ച് രക്ഷപ്പെട്ടു. തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ ജാസിർ വയനാട്ടിലുണ്ടെന്നു കണ്ടെത്തി SI ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സുൽത്താൻ ബത്തേരിയിലെത്തി ബത്തേരി പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുമ്പ് കുന്നംകുളം സ്റ്റേഷനിൽ മയക്കുമരുന്നു കേസിൽ പിടിയിലായതോടെ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി അനിയൻ റസലിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലൂടെയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്നത്. ഈ അക്കൗണ്ടിലൂടെ ചുരുങ്ങിയ കാലയളവിൽ 25 ലക്ഷം രൂപയോളം ഇടപാട് നടന്നതായി കണ്ടെത്തിയ പോലീസ് അക്കൗണ്ട് മരവിപ്പിക്കുകയും റസലിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മനോജ് കുമാർ പ്രതിയെ പിടികൂടുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഇൻസ്പെക്ടർ M മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ SI ശ്രീലാൽ, ASI റഷീദ്, സ്ക്വാഡ് അംഗങ്ങളായ SCPOമാരായ നൌഷാദ് ഖാൻ, സജിത്, സഞ്ജിത്ത്, കമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിലേക്ക് പഴഞ്ഞി വൺവേയിൽ വാഹനം നിയന്ത്രിച്ചിരുന്ന പ്രവർത്തകരെ ധിക്കരിച്ച് ഘോഷയാത്രയ്ക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബാലഗോകുലം കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശരത് ജെറൂസലേമും സംഘവുമാണ് ഇതിന് പിന്നിലെന്നും മാതൃകാപരമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നും ബാലഗോകുലം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള പോർക്കളയങ്ങാട് അംബേദ്കർ ആരോഗ്യ കേന്ദ്രത്തിലെ 1-ാം നില നവീകരിച്ചു. ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുവാൻ 30 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ആനായ്ക്കൽ ചീരോത്ത മുത്തുലക്ഷ്മി അമ്മയുടെ മകൾ ജയശ്രീയും സഹോദരൻ രാമചന്ദ്രനും ചേർന്ന് നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
തുടർന്ന് നടന്ന യോഗം കുന്നംകുളം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PK ഷബീർ, സജിനി പ്രേമൻ, T സോമശേഖരൻ, PM സുരേഷ്, പ്രിയ സജീഷ്, മെഡിക്കൽ ഓഫീസർ PS സ്വാതി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EC ബിനയ് ബോസ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യകേന്ദ്രം ഉദ്യോഗസ്ഥരും HMC അംഗങ്ങളും പങ്കെടുത്തു. 95 കാലഘട്ടത്തിൽ പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിലാണ് 96 ഇതിന് ഈ ഹെൽത്ത് സെൻറ്റർ വരുന്നതിന് വേണ്ടി അന്ന് 50 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് ചോന്നൂർ പഞ്ചായത്തിന് എഴുതി തരികയും അന്ന് ചെറിയ രീതിയിൽ ഇത് നിർമ്മിതി കേന്ദ്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഹെൽത്ത് സെൻ്ററായിട്ട് ഇത് ഉയർന്നു വരികയും ചെയ്ത് 97-ലാണ്. അതിനുശേഷം നമുക്ക് പല മാറ്റങ്ങളും നഗരസഭയായി മാറിയതിനു ശേഷം പല മാറ്റങ്ങളും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് അർബൻ ഹെൽത്ത് സെൻ്റർ എന്ന രീതിയിൽ ഇത് മാറുകയും എല്ലാ ദിവസവും 2 നേരവും ഡോക്ടർമാരും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരും ഉള്ള മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിന്റെ കീഴിലുള്ള പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വെള്ളിത്തിരുത്തി കുരിശുപള്ളി പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഇടവക വികാരി ഫാദർ സക്രിയ കൊള്ളന്നൂർ കൊടിയേറ്റി. ഇടവക കൈസ്ഥാനി CS തോമസ്, സെക്രട്ടറി ഗ്രേസി ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 20, 21 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കോട്ടോൽ എൽദോമാർ ബസേലിയോസ് ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടിയേറി. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം പഴഞ്ഞി കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്കാണ് കൊടിയേറ്റിയത്. സഹവികാരി ഫാദർ ആന്റണി പൌലോസ് സഹകാർമ്മികനായി. പഴഞ്ഞി കത്തീഡ്രൽ ട്രസ്റ്റി സാംസൺ S പുലിക്കോട്ടിൽ, സെക്രട്ടറി ജേസൺ ചീരൻ, വാർഡ് കമ്മിറ്റി അംഗം BB രാജൻ, കുരിശുപള്ളി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ചെണ്ടമേളം ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 20, 21 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ചാവക്കാട് പൂക്കുളം സ്നേഹക്കൂട് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണാദരവും കലാവിരുന്നും സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സപ്തതി പിന്നിട്ടവരെ ആദരിച്ച പുടവ വിലമതിക്കാനാവാത്ത സ്നേഹമാണെന്നും എല്ലാവരെയും ഒരു കുടക്കീഴിൽ കാണാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ടാക്കുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പൂക്കുളം സ്നേഹക്കൂട് ജനറൽ കൺവീനർ ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ സപ്തതി പിന്നിട്ട 70 പേരെ പുടവ നൽകി ആദരിച്ചു. 10,000 കാർഡിയാക് സർജറി പൂർത്തിയാക്കിയ ഡോക്ടർ ഷൌജാദ്, ഓൾ ഇന്ത്യ സീനിയർ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻ PM മുഹമ്മദ് കുഞ്ഞി, നാഷണൽ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റർ ഹർഡിൽസിൽ ചാമ്പ്യനായ സിറാജ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം ഡോക്ടർ ഷൌജാദ് വയോജനങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് മുഖ്യാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തകനും ഗുരുവായൂർ ബ്ലോക്ക് UDF കൺവീനറുമായ KV ഷാനവാസ്, ദുബായ് ഇൻക സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് മുബാറക് ഇംബാറക്, RVC ബഷീർ എന്നിവർ സംസാരിച്ചു. KV ഷംസുദ്ദീൻ, ഔഫ്സൽ കിക്കിരിമുട്ടം, KV സമീർ, സജീഷ് കൊണ്ടരാംവളപ്പിൽ, ചന്ദ്രൻ കാവതിയാട്ട എന്നിവർ നേതൃത്വം നൽകി. പൂക്കുളം സ്നേഹക്കൂട് അഡ്മിനും ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ KV സത്താർ സ്വാഗതവും ML ജോസഫ് നന്ദിയും പറഞ്ഞു. കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതി വനിതാവേദിയുടെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ സംഘടിപ്പിച്ച സർഗോത്സവം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ അധ്യക്ഷയായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, വനിതാവേദി കൺവീനർ സുമിത ശിവാനന്ദൻ, പഞ്ചായത്ത് മുൻ അംഗം സുഷ രാജീവ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വനിതാവേദി പ്രവർത്തകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ അംഗൻവാടി കുരുന്നുകളുടെ കലോത്സവം അരങ്ങേറി. കിളിക്കൊഞ്ചൽ എന്ന പേരിൽ കേച്ചേരി അനുഗ പാലസിൽ നടന്ന കലോത്സവം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി.
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ICDS ഓഫീസർ ഷൈനി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 30 അങ്കണവാടികളിൽ നിന്നായി 260-ലേറെ കുരുന്നുകളാണ് കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ദിവസ് ആചരിച്ചു. 1949 സെപ്റ്റംബർ 14-നായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചത്. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ദിനാചരണം വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. ഹിന്ദി ഭാഷയുടെ ചരിത്രം, സാഹിത്യം, സവിശേഷതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുകയും പ്രസംഗം, കവിതാ പാരായണം, സമൂഹഗാനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ E ഷീജ, M സജിത, സൂസൻ വർഗീസ്, ജിനു ജോബ്സൺ, V നിത്യ, UB രാഖി, വിറ്റി എന്നിവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, രാത്രി ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ എന്നിവയുണ്ടായി. തിങ്കളാഴ്ച രാവിലെ ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ മുഖ്യ കാർമ്മികനായി കുർബാന അർപ്പിച്ചു. ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു. പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയും ഉണ്ടായി. കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ കൊടും കുറ്റവാളികളുണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന ധർണയിൽ ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, KS രാജേഷ്, ബിബിൻ കൂടിയേടത്ത്, വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, ട്രഷറർ ഗിരീഷ് മാസ്റ്റർ, സെക്രട്ടറിമാരായ രാജൻ തറയിൽ, നിത്യ സാഗർ, സോഫിയ ശ്രീജിത്ത്, VC ഷാജി, അനിൽ മഞ്ചരമ്പത്ത്, K കാളിദാസ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ സൈലോ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ചിറമനേങ്ങാട് കരണംകോട്ട് 24 വയസ്സുള്ള ഹൃദ്യ, ബന്ധുവായ 57 വയസ്സുള്ള സുരേഷ് ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. കരിയന്നൂർ പാടത്തുള്ള മത്സ്യവിപണന കേന്ദ്രത്തിന് മുന്നിൽ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. മത്സ്യവിപണന കേന്ദ്രത്തിലേക്ക് സിഗ്നലിട്ട് ഹൃദ്യ സ്കൂട്ടർ തിരിക്കുകയായിരുന്നു. പുറകിൽ നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്ന് വന്ന സൈലോ കാർ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഹൃദ്യയും സുരേഷ് ബാബുവും റോഡിലേക്ക് വീണു. രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഹൃദ്യയ്ക്ക് കൈയിലും കാലിലും തോളിലും പരിക്കുണ്ട്. രണ്ടുപേരെയും കടങ്ങോട് പഞ്ചായത്ത് ആംബുലൻസിൽ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റിന്റെ ഓണാഘോഷം കുന്നംകുളം സെന്റ് ജോർജ് ദേവാലയ പരിസരത്തെ സീഡ് ഓഫീസിൽ നടത്തി. കുന്നംകുളം ആശ്രമ പ്രിയൂർ ഫാദർ ബിജു കോലങ്ങണ്ണിയുടെ അധ്യക്ഷതയിൽ വയനാട് മാർ ബസേലിയോസ് ബിഎഡ് സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KU ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ സംസാരിച്ചു. സീഡ് അംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കലാപ്രകടനങ്ങൾക്ക് ശേഷം ഡോക്ടർ KU ഹരിദാസിന്റെ നാടൻ പാട്ടും അരങ്ങേറി. യോഗത്തിന് പ്രസിഡന്റ് MT പോൾസൺ സ്വാഗതവും കൺവീനർ തോംസൺ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് ദേവാലയത്തിലെ ഇടവക ദിനം ആഘോഷിച്ചു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, മദ്വഹ സംഘം, ഇടവക ഗായക സംഘം എന്നിവരെ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. തുടർന്ന് ഉച്ചഭക്ഷണവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഇടവക സെക്രട്ടറി രാജു, ട്രഷറർ ബോബൻ സി പോൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന ദിനാഘോഷം എരുമപ്പെട്ടി ഫൊറോന വിശ്വാസ പരിശീലന പ്രൊമോട്ടർ ഫാദർ റിജോ വിതയത്തിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പോൾ അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി, കൈക്കാരൻ ബാസ്റ്റിൻ മണലിൽ, PTA പ്രസിഡന്റ് ഡയസ് മണലിൽ എന്നിവർ സംസാരിച്ചു. വിശ്വാസ പരിശീലന രംഗത്ത് 35 വർഷം സേവനം പൂർത്തിയാക്കിയ ആലീസ് ടീച്ചറെയും അതിരൂപതാ തലത്തിൽ
SC 5ാം റാങ്ക് നേടിയ ഹരിത സോണിയെയും യോഗത്തിൽ ആദരിച്ചു. SSC വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ്, എൻഡോമെന്റ് വിതരണം, കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കും മുഴുവൻ ഹാജരുള്ള അധ്യാപകർക്കുമുള്ള സമ്മാന വിതരണവും ഉണ്ടായി. കലാപരിപാടികളും അരങ്ങേറി. ദേശീയ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 41ാം ജന്മദിനം കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ YMCA സെന്ററിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ധന്യ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ കൗസല്യ പെങ്ങാമുക്ക്, സന്ധ്യ ഷിബു, ഉമാദേവി, ലളിത ജനാർദ്ദനൻ, ജയലക്ഷ്മി ജയൻ, ദിവ്യ ജയശങ്കർ, ജെയ്നി സാംസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ധന്യ മണികണ്ഠൻ പതാക ഉയർത്തി. മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുക്കലും ഉണ്ടായി. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് സംഘടിപ്പിച്ച ഓണാഘോഷം കവിയും കഥാകൃത്തുമായ അഹമ്മദ് മുയിനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ പ്രോഗ്രസ് പ്രസിഡന്റ് KH ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രസ് രക്ഷാധികാരികളായ VK മുഹമ്മദ്, V മായിൻകുട്ടി, AK മൊയ്തുണ്ണി, ഷാഹിദ് കൊപ്ര, പ്രോഗ്രസ് ജനറൽ സെക്രട്ടറി KM ഷാഹു, ഭാരവാഹികളായ MM ജബാർ, KCM ബാദുഷ, അഷ്കർ സാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മത്സരങ്ങളും ഉണ്ടായി. കാണികളുടെ കണ്ണിനും കാതിനും കുളിർമ പകർന്ന വർണ്ണമഴയും ഒരുക്കിയിരുന്നു. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നേരു വളർന്നൊരു തൊടിയിൽ, വേര് നടന്നൊരു വഴിയിൽ, പേരറിയാത്ത കിളികൾ, പോരറിയാത്ത ചെടികൾ. വടക്കേക്കാട് മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. ക്ഷേത്രം ചെയർമാൻ രാധാകൃഷ്ണൻ പലക്കഴി അധ്യക്ഷനായ യോഗത്തിൽ വേദപണ്ഡിതൻ നാരായണൻ നമ്പൂതിരി സപ്താഹം ഉദ്ഘാടനം ചെയ്തു. KP നമ്പൂതിരീസ് ആയുർവേദിക്സ് മാനേജിംഗ് ഡയറക്ടർ ഭവദാസ് ഭാഗവത സമർപ്പണം നടത്തി. ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് മെമ്പർ രാജൻ, ക്ഷേത്ര മാതൃസമിതി ട്രഷറർ സരസ്വതി എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ മണിക്കുട്ടൻ മാളിയേക്കൽ സ്വാഗതവും ക്ഷേത്രം ക്ലർക്ക് സുധാകരൻ വൈലേരി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാഗവതാചാര്യൻ മണികണ്ഠ വാര്യർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭയാത്ര നടത്തി. വിശദാംശങ്ങളിലേക്ക്. പുന്നയൂർ മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി. ശോഭയാത്ര എടക്കര മിനി സെന്ററിൽ നിന്ന് ആരംഭിച്ച് പാവിട്ടാംകുളങ്ങര ക്ഷേത്രത്തിൽ സമാപിച്ചു. ശോഭയാത്രയ്ക്ക് CS രാജീവ്, E പ്രജിത്ത്, E നിമേഷ്, അമൽ, ബബീഷ്, സാജു, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി. ശോഭയാത്ര കുമാരൻപടി കളത്തിങ്ങൽ കാവിൽ നിന്ന് ആരംഭിച്ച് സുബ്രഹ്മണ്യ ശാസ്ത ക്ഷേത്രത്തിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ബാലഗോകുലം രക്ഷാധികാരി സിനു പ്രതീഷ്, അധ്യക്ഷൻ ചന്ദ്രശേഖരൻ കറുത്തടത്ത്, വിശ്വനാഥ് സരസ്വതി, മോഹനൻ KK എന്നിവർ നേതൃത്വം നൽകി. വിവേകാനന്ദ ബാലഗോകുലം അധ്യക്ഷ അശ്വിനി ബിനോയ്, ഉപാധ്യക്ഷ ബിനീഷ ശ്രീനിഷ്, ശാഖ കാര്യവ്, കടിക്കാട് മണ്ഡലം ഭൗതിക് പ്രഭു ഷിജിത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു. കടവലൂർ മേഖലയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. എടയൂർ ലക്ഷ്മണ സ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രം, വടക്കുമുറി വിഷ്ണുമായ ഭഗവതി ക്ഷേത്രം, വടക്കേക്കോട്ടോൽ മണികണ്ഠസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും രാധാകൃഷ്ണ വേഷമണിഞ്ഞവരും നൂറുകണക്കിന് ഗോപികമാരും അണിനിരുന്ന മഹാശോഭയാത്ര ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിൽ സംഗമിച്ചു. തുടർന്ന് ഗോപികാ നൃത്തം, ഉറിയടി എന്നിവയുമുണ്ടായി. ചാലിശ്ശേരി, ആലിക്കര, മുല്ലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും മുലയമ്പറമ്പത്തുകാവ് വാദ്യകലാ സംഘത്തിന്റെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ബാലികാബാലന്മാരുടെ ശോഭയാത്ര മുല്ലക്കാട് ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ശോഭയാത്രയ്ക്കു ശേഷം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ദീപാരാധനയും പ്രസാദ വിതരണവുമുണ്ടായി. ബാലഗോകുലം വടക്കേക്കാട് ശ്രീകൃഷ്ണ ജയന്തി ബാലദിനം ആഘോഷിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ശോഭയാത്രകൾ കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി 3-ാം കല്ല് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടത്തിയ ശോഭയാത്രയിൽ രാധാകൃഷ്ണ വേഷധാരികൾ, ഗോപികാ നൃത്തം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരുന്നു. ബാലഗോകുലം താലൂക്ക് ട്രഷറർ VR ജിതേഷ്, സ്വാഗത സംഘം അധ്യക്ഷൻ KK ഹരിദാസ്, PN മുരളീധരൻ, K പ്രവീൺ, പ്രതീഷ് മടപ്പാട്ടിൽ, VM ശ്രീകുട്ടൻ, KK രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി കമ്പനിപ്പടി ബാലഗോകുലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ശോഭയാത്രയിൽ പഞ്ചവാദ്യവും ബാലകൃഷ്ണന്മാരായി വേഷമിട്ട നിരവധി കുട്ടികളും പങ്കെടുത്തു. ശോഭയാത്ര കുളത്താണി വിഷ്ണുശാസ്താ ക്ഷേത്ര കവാടത്തിലെത്തി സമാപിച്ചു.
തുടർന്ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ TM നാരായണൻ മാസ്റ്റർ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകി. കൃഷ്ണന്റെ ജീവിതം ഭക്തിയുടെയും ധർമ്മത്തിന്റെയും കണ്ണാടി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കവുക്കോട് ചിലങ്ക ടീമിന്റെ നൃത്തങ്ങൾ, കമ്പനിപ്പടി ടീം ഒരുക്കിയ തിരുവാതിരക്കളി, കുഞ്ഞുകൃഷ്ണന്മാരുടെ നൃത്തം എന്നിവ ശ്രീകൃഷ്ണ ജയന്തിയെ ഭക്തിസാന്ദ്രമാക്കി. കുളത്താണി ദേവസ്വം പ്രസിഡന്റ് K. ശങ്കരനാരായണൻ, TM നാരായണൻ മാസ്റ്റർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടഞ്ചേരി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് ഗോപികാ നൃത്തം, ഉറിയടി, പ്രസാദ വിതരണം തുടങ്ങിയവ നടന്നു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, തന്ത്രിപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയും ഉച്ചയ്ക്ക് പഞ്ചസാര പായസത്തോടുകൂടിയ വിഭവസമൃദ്ധമായ അഷ്ടമിരോഹിണി സദ്യയുമുണ്ടായി. വൈകിട്ട് കവുക്കോട് കുളത്താണി വിഷ്ണുശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ബാലികാ ബാലന്മാരുടെ ശോഭയാത്രയും അഷ്ടമിരോഹിണി ആഘോഷത്തിന് നിറച്ചാർത്തേകി. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പട്ടിശ്ശേരി കൃഷ്ണകൃപ കൈകൊട്ടിക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് ശോഭയാത്രയിൽ പങ്കെടുത്ത ബാലികാ ബാലന്മാർക്ക് ചാലിശ്ശേരി ശ്രീശാസ്ത ലബോറട്ടറിയുടെ വകയായി ഉപഹാരങ്ങളും നൽകി. പുന്നൂക്കാവ് അമ്പാടി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോപൂജയും ഗോപാലകരെ ആദരിക്കലും നടത്തി. ക്ഷേത്രം സെക്രട്ടറി അശോകൻ വെള്ളമാക്കൽ, ബാലഗോകുലം രക്ഷാധികാരി കൊച്ചുകുട്ടൻ എന്നിവർ ഗോപാലകരെ ആദരിച്ചു. ബാബു അയോധ്യ ബാലഗോകുലം താലൂക്ക് സമിതി അംഗം സുമിത്ത് വെള്ളമാക്കൽ, ഗോവിന്ദാറ്റുപുരത്ത്, ഗംഗാധരൻ വെള്ളമാക്കൽ, അക്ഷയ് മുള്ളത്ത് എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപകരായ വിജയൻ, മുകേഷ്, രാധാകൃഷ്ണൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. രജിസ്റ്റർ ചെയ്ത 60ഓളം പേരിൽ പരിശോധനയ്ക്ക് ശേഷം 40 പേരുടെ രക്തമാണ് സ്വീകരിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക ജ്യോതി, സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സണും NSS 2ാം വർഷ വോളണ്ടിയറുമായ നിരഞ്ജന, പ്രോഗ്രാം ഓഫീസർ രമ്യ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. ഈ വർഷം സംസ്ഥാനതലത്തിൽ വിജയം നേടിയവരുടെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടത്തി. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി കായികമേള ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് സെക്രട്ടറി ഉത്തര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA ഭാരവാഹികൾ, കായിക അധ്യാപകരായ ശിഖിൽ പോൾ, നിഷാന്ത് ബേബി എന്നിവർ സംസാരിച്ചു. മേളയിൽ 1, 2, 3 സ്ഥാനം നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ നാട്ടുവെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷം നടന്നു. നാട്ടുവെളിച്ചം പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങ് പോർക്കളേങ്ങാട് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സ്വാതി പ്രമിത് ഉദ്ഘാടനം ചെയ്തു. പ്രമിത് ദേവദാസ് കണ്ണേത്ത് മുഖ്യാതിഥിയായി. കൈപ്രമ്പ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ അനിൽ തെക്കൂട്ട് ഓണസന്ദേശവും വിശ്വനാഥൻ ചുള്ളിയിൽ സമ്മാനദാനവും നടത്തി. സത്യഭാമ, കാർത്തിയായിനി ചന്ദ്രൻ, പുഷ്പ മാധവൻ, ഷീല സത്യൻ, ചന്ദ്രൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടുവെളിച്ചം സെക്രട്ടറി സുനിത ഷൈജൻ സ്വാഗതവും ട്രഷറർ സജീവ് മനയിൽ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിലെ ആർത്താറ്റ് ജില്ലാ സഹപാഠി മത്സരങ്ങളിൽ തുടർച്ചയായി 3ാം തവണയും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സൺഡേ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 45 പോയിന്റുകളോടെയാണ് നേട്ടം. കുന്നംകുളം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ആതിഥേയത്വത്തിലായിരുന്നു മത്സരം. മഹിളാ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് പതാക ഉയർത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദിനി പാലക്കൽ, സേവാദൾ മഹിളാ സംസ്ഥാന സെക്രട്ടറി സുജാത തുളസി, ജില്ലാ പ്രസിഡന്റ് റീന വർഗീസ്, വാർഡ് മെമ്പർ MC ഐജു, NK കബീർ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ സംരംഭം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റുകൾക്ക് എങ്ങനെ ഓരോ പ്രോജക്റ്റുകളും ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നടന്ന ട്രെയിനിംഗ് പ്രോഗ്രാമിൽ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് സതി ലത ക്ലാസ് എടുത്തു. പഞ്ചായത്തിലെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്തു. എരുമപ്പെട്ടി ആറ്റത്ര ഇടവക സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ഷിൻഡോ മാത്യു ഉദ്ഘാടനം ചെയ്തു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി അധ്യക്ഷനായി. ആറ്റത്ര സ്നേഹജ്യോതി കോൺവെന്റ് മദർ ലിറ്റി ജോസഫ് CSS
ഇടവകേന്ദ്ര സമിതി സെക്രട്ടറി സൂര്യ ജെയിംസ്, നടത്തുകൈക്കാരൻ NF ഫ്രെഡി, ഫ്രോന കുടുംബ കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി AF രാജൻ, യൂണിറ്റ് പ്രസിഡന്റ് AJ സജി, AJ ജെയ്സൺ, റീന വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് ചാട്ടുകുളത്തിൽ മൃതദേഹം കണ്ടെത്തി. 70 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന ഓഫീസർ വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം പുറത്തെടുത്തു. കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി അജ്ഞാതയായ സ്ത്രീയെ പരിസര പ്രദേശങ്ങളിൽ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. തമിഴ്നാട് സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും വാർഡ് കൌൺസിലർ പ്രിയ സജീഷും സ്ഥലത്തെത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 135 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ ശ്രദ്ധ നേടിയ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. വിവാഹ ചടങ്ങിലും വിരുന്നിലും പങ്കെടുക്കാൻ കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ നീണ്ട നിരയെത്തി. അതീവ സുരക്ഷാ മേഖലയായ ചാവക്കാട് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചാവക്കാട് മടപ്പേൻ 26 വയസ്സുള്ള സൽമാൻ ഫാരിസിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. സംഭവം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ. നാദബ്രഹ്മ പുരസ്കാരം ജോസ് മാളിയേക്കലിന്. CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കലിന് മാധ്യമരംഗത്തെ മികവിനാണ് അംഗീകാരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം പാറമേൽ വീട്ടിൽ മോൻസിയുടെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരീദിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.